മേലേ മാലാഖമാരേ വരിക, മരതകശ്യാമ വൃന്ദാവനത്തിൻ പാലേകാനുണ്ണി വായ്ക്ക കനക കലശവും കൊച്ചു കൈലേ സുമേന്തി. ഏലേലം പൂത്ത പാലത്തളിരൊടു വിശദം കേട്ടുവാ തൊട്ടിലാട്ടാൻ പ്രാലേയ സ്നിഗ്ധലീലാനില പരമപിതാവിന്റെ പുത്രോത്സവത്തിൽ. ഉണ്ണികൃഷ്ണൻ ചെറുതുരുത്തി എന്ന അനുഗ്രഹീത കവിയുടെ തിരുപ്പിറവി എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ശ്ലോകമാണ്. മേലേ മാലാഖമാർ, യേശുക്രിസ്തു ജനിക്കണ സമയത്തെക്കുറിച്ചുള്ള ഒരു കവിതയാണ്. മേലേ മാലാഖമാരേ വരിക, മരതകശ്യാമ വൃന്ദാവനത്തിൻ പാലേകാൻ. മരതകശ്യാമമായ വൃന്ദാവനത്തിൻ്റെ പാല് കൊടുക്കാനായിട്ട് മാലാഖമാരോട് വരാൻ പറയുകയാണ്. പാലേകാൻ ഉണ്ണിവായ്ക്ക് കനക കലശവും കൊച്ചു കൈലേസുമേന്തി. കനക കലശവും കൊച്ചു കൈലേസുമേന്തി. അപ്പോൾ ഒരു ക്രിസ്ത്യൻ ബിംബങ്ങളൊക്കെ വളരെ സമർത്ഥമായിട്ട് ഒരു കവിതയിൽ, ഈ കവിതയിൽ ഉണ്ണികൃഷ്ണൻ ചെറുതുരുത്തി വളരെ കൃത്യമായിട്ട് സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. ഏലേലം പൂത്ത പാലത്തളിരൊടു വിശദം കേട്ടുവ തൊട്ടിലാട്ടാൻ. ഏലേലം പൂത്ത പാലത്തളിരിൻ്റെ സുഗന്ധം കൊണ്ടുവരണം ആര്? ഈ തൊട്ടിലാട്ടാൻ വരുന്ന പ്രാലേയ സ്നിഗ്ധ ലീലാനിലൻ. പ്രാലേയ സ്നിഗ്ധമായ മഞ്ഞിൽ നിന്ന് തൊട്ട് വരുന്ന ലീലാനിലൻ, ചെറിയ കാറ്റ്. പരമപിതാവിൻ്റെ പുത്രോത്സവത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം. അതായത് പ്രകൃതി തന്നെ ഈ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ഒരുക്കിയിരിക്കുകയാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. മേലേ മാലാഖമാരേ വരിക, മരതകശ്യാമ വൃന്ദാവനത്തിൻ പാലേകാൻ ഉണ്ണി വായ്ക്ക് കനക കലശവും കൊച്ചു കൈലേസുമേന്തി. ഏലേലം പൂത്ത പാലത്തളിരൊടു വിശദം കേട്ടുവ തൊട്ടിലാട്ടാൻ പ്രാലേയ സ്നിഗ്ധ ലീലാനില പരമപിതാവിൻ്റെ പുത്രോത്സവം. പരമപിതാവിൻ്റെ പുത്രോത്സവം, പുത്രനുണ്ടായ ഈ ഉത്സവത്തിന് അങ്ങനെ വരാൻ പറയുകയാണ് കാറ്റിനോടും മാലാഖമാരോടും ഒക്കെ. ആണ് ശ്ലോകത്തിൻ്റെ അർത്ഥം. ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് കൂത്താട്ടുകുളം സ്വദേശി ഗോപികാദേവിയാണ്.